കർമ്മനിരതയുടെ കാൽനൂറ്റാണ്ട് പിന്നിട്ട മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ സമൂഹ ബലിയോടെയാണ് സമാപന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വചന സന്ദേശം നൽകി. തുടർന്ന് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ സത്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, അഭിവന്ദ്യ തിരുമേനിയുടെ ഒരു കൂടപ്പിറപ്പായിട്ടാണ്. ഞാൻ കാണാൻ ചെല്ലുമ്പോഴെല്ലാം സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തന്ന്, ആത്മവിശ്വാസം തന്ന്, എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഊർജം പകർന്നു തരുന്ന, അക്ഷരാർത്ഥത്തിൽ എൻ്റെ സഹോദര തുല്യനായ ഒരാളാണ് തിരുമേനി എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. ഓറിയന്റൽ സഭയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവുകയാണെങ്കിൽ അത് ക്ലിമിസ് പിതാവാകട്ടെ എന്ന് ആർച്ച് ബിഷപ്പ് ആശംസിച്ചു. ഓറിയന്റൽ സഭയിൽ നിന്നൊരു മാർപ്പാപ്പ ഉണ്ടാവുകയാണെങ്കിൽ അത് ക്ലിമിസ് പിതാവായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. അന്ത്യോക്യയിലെ സുറിയാനി കത്തോലിക്ക പാത്രിയാർക്കീസ് ഇഗ്നാത്യോസ് യൂസഫ് യവനാൻ ബാവ, മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാക്മ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ, യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ, തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് കല്ലറങ്ങാട്ട്, ബിഷപ്പ് ജോസഫ് മാർ ദിവന്നാസിയോസ്, പത്മശ്രീ M.A. യൂസഫ് അലി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി K. മുരളീധരൻ, ശശി തരൂർ MP, KN ബാലഗോപാൽ MLA തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് നമ്മൾ 21-ാം തീയതി ആണെങ്കിലും അദ്ദേഹത്തിന്റെ എപ്പിസ്കപ്പൽ ഓർഡിനേഷൻ നടന്നത് 15 ഓഗസ്റ്റിലായിരുന്നു 2001. A ministry that began on Independence Day, fitting for a true Indian patriot. മാർ ക്ലിമിസ് കാതോലിക്ക ബാവ മറുപടി പ്രസംഗത്തിൽ ഏവർക്കും നന്ദി പറഞ്ഞു. I thank you all for the friendship, the encouragement and the prayerful support that you have been extending to me, not only since 25 years, but from my childhood onwards. രജത ജൂബിലി സ്മാരകമായി നിർമ്മിച്ച 40 വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈമാറി. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് പദ്ധതി മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാക്മ പ്രകാശനം ചെയ്തു. ന്യൂസ് ഡെസ്ക് ഷാലോം ന്യൂസ്.